കോടതിയിൽ പോയത് നാളെ ഞങ്ങൾ കോടതിയിൽ പോകും. ഞങ്ങൾ ഇതുമായി ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ കാരണം? അത് ഈ കാര്യത്തെക്കുറിച്ച് ധാരണയില്ലാത്ത അല്ലെങ്കിൽ തെറ്റായ നിലയിലുള്ള പ്രചരണം നടത്തുന്നവരാണ്. ഞങ്ങൾ കോടതിയിൽ പോയത് വാർഡ് വിഭജനത്തിലെ ഏതെങ്കിലും ജയപരാജയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കല്ല. അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം എന്താ? അസന്തുലിതമായി വാർഡുകൾ വിഭജിക്കാൻ പാടില്ല. ഗുരുവായൂരിലെ വികസനം നടത്തുന്നത് സന്തുലിതമായിരിക്കണം. ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിലാണ് സാധാരണ വിഭവങ്ങളുടെ വിഭജനം നടക്കുന്നത്. ഗുരുവായൂർ മാത്രമാണ് അങ്ങനെ വന്നതെന്നുള്ളത് കൊണ്ടാണ് ഗുരുവായൂർ മാത്രം ഞങ്ങൾ കോടതിയിൽ ശ്രദ്ധപ്പെടുത്തിയത്. എന്തുകൊണ്ട്? അസന്തുലിതമായ വികസനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പുമായിട്ടല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ പ്രശ്നം കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. കാരണം 350 ആളുള്ള വാർഡും 2500 വാർഡും ഇപ്പോൾ തമ്പുരാമ്പടി, പൂക്കോട് അല്ലെങ്കിൽ കോട്ടപ്പടി പ്രദേശത്ത്, ഇപ്പോൾ തൈക്കാട് പ്രദേശത്ത് അവിടെയൊക്കെ 2 ബൂത്തുകളാണ്. എല്ലായിടത്തും 2000-ൽ പരം വോട്ടുകളാണ്. വലിയ വാർഡുകളാണ്. അവിടെ ഒരു വർഷം 46 വാർഡിന് 1 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാർഡിന് 2 ലക്ഷം രൂപയാണ് കിട്ടുക. ആ 2 ലക്ഷം രൂപ ഒരു തൊഴിയൂരൊരു വാർഡിന് കിട്ടുന്നതും ഗുരുവായൂർ അമ്പലം വാർഡിന് കിട്ടുന്നതും അസന്തുലിതമായ വളർച്ചയാണ് ഉണ്ടാക്കുക. ഗുരുവായൂർ അമ്പലത്തിൻ്റെ നടുക്കിലുള്ള ഒരു വാർഡ് അല്ലെങ്കിൽ പരിസരത്തുള്ള വാർഡിൽ 2 ലക്ഷം രൂപ കിട്ടിയാൽ അത് ചിലവാക്കാൻ ചിലപ്പോൾ സ്ഥലം ഉണ്ടാവില്ല. അവിടെയാണെങ്കിലോ 100 കണക്കിന് വികസന ആവശ്യങ്ങൾ വരും. കാരണം ഗ്രാമപ്രദേശമാണ്. അത്തരം പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ ചെയ്യും. കാരണം അത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ച കൗൺസിൽ തന്നെ, ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇനിയും സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കാരണം എന്താ? ഈ അസന്തുലിതാവസ്ഥ പരിഹരിക്കണം. അത് വിഭവങ്ങളുടെ വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അസന്തുലിതാവസ്ഥ പരിഹരിച്ചാലേ സന്തുലിതമായ വളർച്ച ഉണ്ടാക്കാൻ കഴിയുള്ളൂ.